ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എന്റെ വാപ്പമാര് നിങ്ങളുടെ നഫ്സിനോട്, ഉമ്മമാര് നമ്മുടെ നഫ്സിനോട് ആ റമളാനിൽ ഉണ്ടായിരുന്ന ആ ഒരു ചിന്ത, ഈമാനൊക്കെ ഇപ്പൊ എവിടെ പോയി? ഇല്ലല്ലോ. ഉണ്ടെന്ന് നമുക്ക് 100% കൊണ്ട് ഉറപ്പിക്കാൻ പറ്റില്ല. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അവിടുന്ന് സ്വഹാബത്തിനോട് പറയുന്ന, സ്വഹാബ, ഇതിനുള്ള ഒരു വഴി ഞാൻ പറഞ്ഞു തരാ. നിങ്ങളുടെ ഈമാൻ നഷ്ടപ്പെട്ടു പോകാതിരിക്കാനുള്ള വഴി നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തരാ. അതിന് നിങ്ങൾ കടന്നു പോയിട്ട് പ്രിയപ്പെട്ട സ്വഹാബത്തിനെ മുഴുവനും വിളിക്കുവോ? അല്ലാഹുവേ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ വാക്ക് കേട്ടുകൊണ്ട് സ്വഹാബത്ത് കടന്നു പോവുകയാണ്. സ്വഹാബത്ത് കടന്നു പോയിട്ട് എല്ലാവരെയും വിളിച്ചു. മസ്ജിദുൻ നബവിയുടെ ചാരത്തേക്കൊന്ന് കടന്നു വന്നിരിക്കുകയാണ്. വളരെ പരുഷമായ, വളരെ ഭവ്യമായ, വളരെ ശബ്ദം കുറച്ചിട്ട് ഉസ്മാൻ തങ്ങൾ സംസാരിക്കുമ്പോ സ്വഹാബത്ത് പറയുന്നു, ഉസ്മാൻ, നിങ്ങൾ പറയുന്നത് കേൾക്കുന്നില്ല ഉസ്മാൻ. പടച്ചവനെ, ആ ഒരു സമയത്താണ് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയുന്നത്, എന്റെ പ്രിയമുള്ള സ്വഹാബ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്, ഞാൻ പറയുന്ന കേൾക്കുന്നില്ല എന്ന് പറയുന്നുണ്ടല്ലോ. എന്തേ കാരണമെന്നറിയോ? ഇവിടെ കിടക്കുന്നതാരാ? ലോകത്തിന്റെ രാജകുമാരനാട്. മദീനത്തിന്റെ മുത്തു കിടന്നുറങ്ങുമ്പോ ആ റസൂലുള്ളാന്റെ ചാരത്ത് വെച്ച് ശബ്ദമുയർത്താൻ പറ്റുമോ? അതുകൊണ്ട് ഞാൻ എന്റെ ശബ്ദമുയർത്താത്തതാണ്. ഇതിന്റെ ഇടയിലൂടെ ഞാനും ഓർമ്മപ്പെടുത്തട്ടെ. പടച്ചവനെ, ഹജ്ജിന് പോകുന്നവരുണ്ട്, ഉംറക്ക് പോകുന്നവരുണ്ട്. അല്ലാഹുവേ, ഞാൻ എന്റെ അനുഭവം കൊണ്ട് പറയുകയാണ്. അല്ലാഹുവിന്റെ ഹബീബിന്റെ പരിശുദ്ധമായ മദീനത്തിന്റെ ചാര പോയിട്ട്, ആ പച്ചക്കുപ്പയുടെ ചാരത്ത് പോയിട്ട് അനാദരവ് കാണിക്കുന്ന എത്ര ആളുകളാ! എത്രയോ ശബ്ദമുയർത്തി സംസാരിക്കുന്നവരാ. ഹബീബിന്റെ റൗളന്റെ മുമ്പിലൂടെ അച്ചടക്കമില്ലാതെ ഓടുന്നവരാണ്. കൂട്ടുകാരുമൊത്തുകൊണ്ട് കളികൾ പറയുന്നവരാണ്. കൂട്ടുകാരുമൊത്തുകൊണ്ട് തമാശകൾ പറയുന്നവരാണ്. ദുനിയാവിന്റെ സംസാരങ്ങൾ സംസാരിച്ചുകൊണ്ട് കടന്നു പോകുന്നവരാ. പ്രിയപ്പെട്ടവരെ, ഹജ്ജിന് പോകുന്നവരോട്, ഉംറക്ക് പോകുന്നവരോട് പറയുന്നു, നമ്മൾ പോകുന്നത് എവിടെയാ? മദീനയിലാണ്. മുത്തുനബിയെ കാണാനാണ്. ആ ഹബീബിനോട് സലാം പറയാനാ. അതപകെട്ടൊരു വർത്തമാനം വരാന് പാടില്ല. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയുന്നു, സ്വഹാബാ, അല്ലാഹുവേ, ദുനിയാവിന്റെ പുറത്ത് ജീവിച്ചിരിക്കുന്ന സമയമുണ്ടല്ലോ, 4 കാര്യങ്ങൾ നിങ്ങൾ ചിന്തിച്ചാ അല്ലാ നമുക്ക് തരുന്ന പച്ചമണ്ണാകുന്ന ഖബറുണ്ടല്ലോ, ആ ഖബറിന്റെ ഉള്ളിൽ സന്തോഷമാ. മരിക്കുന്ന സമയത്ത് സന്തോഷമാ. ഒരു റമളാൻ കഴിഞ്ഞാലും അടുത്ത റമളാൻ വരുന്നത് വരെ നമുക്ക് സന്തോഷമാ. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങൾ പറയാൻ, നിങ്ങളൊക്കെ നടുക്കലേക്ക് ഇരിക്കിൻ, എന്റെ അരികത്തേക്ക് ഇരിക്കിൻ, എനിക്ക് ഉറക്കെ സംസാരിക്കാൻ കഴിയില്ല. ഇവിടെ കിടക്കുന്നത് മദീനത്തിന്റെ മുത്ത് മുഹമ്മദ് മുസ്തഫ. വാപ്പാ, ഉറക്കെ ചൊല്ലി, മുഹമ്മദുർ റസൂലുള്ളാഹി. നമ്മുടെ സലാത്ത് മതി നമുക്ക്. എനിക്ക് വേറെ ഒന്നും വേണ്ട. മുഹമ്മദുർ റസൂലുള്ളാഹി. നമ്മളെ ഈ ഉള്ള അവസാനം ഇവിടെ നമ്മൾ ആത്മാർത്ഥമായി നമ്മൾ ദുആ ചെയ്യുമ്പോൾ നമ്മൾ ഈ ചൊല്ലിയിട്ടുള്ള സ്വലാത്തുകൾ മുഴുവനും വെച്ചിട്ട് നമ്മൾ ദുആ ചെയ്യുക. അല്ലാഹു ഈ സദസ്സിരിക്കുന്ന മുഴുവൻ ആളുകൾക്കും മദീനയിലെത്താനുള്ള സൗഭാഗ്യം അല്ലാഹു തആല തരട്ടെ. ഉറക്കെ പറയും, മദീനയിലെത്താനുള്ള സൗഭാഗ്യം അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട വാപ്പമാരെ, അവിടെ നിന്ന് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ്, എൻ്റെ പ്രിയപ്പെട്ട സ്വഹാബ, ദുനിയാവിൻ്റെ പുറത്തുകൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് രക്ഷപ്പെടണോ? ഒരു റമളാൻ കഴിഞ്ഞാലും അടുത്ത റമളാൻ വരെ നിങ്ങൾക്ക് ആ റമളാനിൽ കിട്ടിയ ചാർജ് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? ആ രാജ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയോ? അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒന്നാമത്തത്, ഉദ്കുരിൽ മനിയാ, മരിക്കൂന്നുള്ള
ചിന്ത നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ കൊണ്ടുവരണം. ഷമീർ ദാരിമി ഇന്ന് ഇവിടെ നിന്നിട്ട് വാള് പറയുമ്പോ ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് കരുതണം, പടച്ചവനെ ഇനി ഞാൻ അടുത്തൊരു വാളിന് ഞാനില്ല, ഇതെന്റെ അവസാനത്തെ വാളാണ് എന്ന് ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് കരുതുമ്പോഴാണ് എൻ്റെ ഈ ഉള്ള വാളിന് ഒരു ഇഖ്ലാസ് ലഭിക്കുള്ളൂ. ഇവിടെ ഇരിക്കുന്ന വാപ്പമാര് മനസ്സുകൊണ്ട് കരുതാണ്, അല്ലാഹുവേ ഇനി ഒരു സദസ്സിൽ, നാളത്തെ സദസ്സിൽ ഞാൻ ഉണ്ടാകില്ല എന്നൊരു ചിന്ത വരുമ്പോഴേ നിങ്ങൾക്ക് ഇവിടെ ഇരിക്കാൻ കഴിയൂ. ആ ഒരു ചിന്ത വരുമ്പോഴേ അള്ളാഹുവിന്റെ പള്ളിയിൽ റബ്ബേ ഒരു ളുഹർ ഞാൻ നിസ്കരിച്ചു, ഇനി അടുത്ത ഒരു ളുഹറിന് ഞാനില്ല, ഈ ഒരു ചിന്ത വരുമ്പോഴേ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ഈമാനികമായ ചിന്ത വരുള്ളൂ. ഇല്ലേ? ഇങ്ങനെ പോവാ നമ്മള്. ഒന്നാമത് പറഞ്ഞു മരിക്കുമെന്നുള്ള ചിന്ത വേണമെന്നാണ് ഇന്നാരാ ഓർത്തുപോകുന്നത്. മലദ്ദഹ്റു വൽ അയ്യാമു വല്ലംബു ഹാസിലു വജാ റസൂലുൽ മൗതി വൽ ഖൽബു ഗാഫിലു نعيمك في الدنيا سرور وخسرة وعيشك في الدنيا محال وباطل എത്രയോ കൊല്ലങ്ങൾ കടന്നുപോയി, എത്രയോ വർഷങ്ങൾ കടന്നുപോയി, എത്രയോ മാസങ്ങൾ കടന്നുപോയി, എത്രയോ ദിവസങ്ങൾ കടന്നുപോയി, എത്രയോ മണിക്കൂറുകൾ കടന്നുപോയി. നന്മയുണ്ടെന്ന് പറയാ നമ്മുടെ ജീവിതത്തിലുണ്ടോ? വല്ലംബു ഹാസിലൂ. കഴിഞ്ഞ റമളാൻ കഴിഞ്ഞു, 10 റമളാൻ കഴിഞ്ഞവർ ഈ കൂട്ടത്തിലില്ലേ? 20 റമളാൻ കഴിഞ്ഞവർ ഈ കൂട്ടത്തിലില്ലേ? 30 റമളാൻ കഴിഞ്ഞവർ ഈ കൂട്ടത്തിലില്ലേ? 40 റമളാൻ കഴിഞ്ഞവർ ഈ കൂട്ടത്തിലില്ലേ? 50 റമളാൻ കഴിഞ്ഞവർ ഈ കൂട്ടത്തിലില്ലേ? എന്നിട്ട് പോലും പടച്ചവനെ വൽ ഖൽബു ഗാഫിലൂ. അല്ലാഹുവേ നമ്മുടെ ഹൃദയം അശ്രദ്ധമാണ്. വജാ റസൂലുൽ മൗതി വൽ ഖൽബു ഗാഫിലൂ. എന്റെ പ്രിയമുള്ള ബാപ്പമാരോട് ഉമ്മമാരോട് പറഞ്ഞു പോകട്ടെ, കഴിഞ്ഞ റമളാന്, അതിനു മുമ്പുള്ള റമളാന്, അതിന് തൊട്ടു മുമ്പുള്ള റമളാന് പടച്ചവന്റെ പള്ളിയിലേക്ക് ആവേശത്തോടെ ഓടി വന്ന ബാപ്പ, നല്ലതുപോലെ സുജൂദ് ചെയ്ത ബാപ്പ, നല്ലതുപോലെ അത്തഹിയാത്തിരുന്ന ബാപ്പ, ഇന്നിപ്പോൾ അത്തഹിയാത്തിരിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്നില്ല. നിസ്കരിക്കാ 1 മണിക്കൂറോ 2 മണിക്കൂറോ ഇരിക്കാ നമ്മളെ കൊണ്ട് കഴിയുന്നില്ല. വജാ റസൂലുൽ മൗത്, മരണത്തിന്റെ അടയാളങ്ങൾ കടന്നു വന്നു. അള്ളാഹുവിന്റെ ഖുർആൻ എടുത്ത് വെച്ചിട്ട് ഖുർആനെന്ന് നോക്കി ഓതാൻ കണ്ണിന്റെ കാഴ്ചയില്ല. അത്തഹിയാത്തിരിക്കാ കാലിന്റെ മുട്ട് വളയുന്നില്ല. പടച്ചവനെ കൈവേദനിക്കുകയാ, ശരീരം വേദനിക്കുകയാ. ഇതെല്ലാം നമ്മളിലേക്കൊന്ന് കടന്നു വന്നിട്ട് പോലും വൽ ഖൽബു ഗാഫിലൂ. ഇനിയും ഒരുപാട് കാലം ജീവിച്ചിരിക്കുമെന്നുള്ള പ്രതീക്ഷയോടെ ദുനിയാവിന്റെ പുറത്തുകൂടെ കടന്നു പോകുമ്പോ ബാപ്പാ കഴിഞ്ഞ റമളാനിൽ അല്ലെങ്കിൽ അതിനു മുമ്പുള്ള റമളാനിൽ നമ്മളോടൊപ്പം ഇരുന്നിരുന്ന ബാപ്പ എവിടെ? ഉമ്മ എവിടെ? പ്രിയപ്പെട്ടവരെവിടെ? ഭാര്യമാരെവിടെ? സഹോദരങ്ങളെവിടെ? കൂട്ടുകാരെവിടെ? കൂടപ്പുറപ്പുകളെവിടെ? 20ഉം 26ഉം 30ഉം വയസ്സുള്ള ചെറുപ്പക്കാരെവിടെ? അവരൊക്കെ മറഞ്ഞുപോയി, അവരൊക്കെ പച്ചമണ്ണിൽ പോയി. എന്നിട്ട് പോലും കണ്ടവരാണ്, കേട്ടവരാണ്. വൽ ഖൽബു ഗാഫിലൂ. ഹൃദയം അശ്രദ്ധമായി കടന്നു പോവുകയാണ്. അതുകൊണ്ട് സ്വഹാബാ ഉദ്കുരിൽ മനിയാ, മരിക്കൂന്നുള്ള ചിന്ത നമ്മുടെ ഖൽബിന്റെ ഉള്ളിൽ കൊണ്ടുവരണം. ഇത് ആദ്യം പഠിപ്പിച്ച ആരെന്നറിയോ വാപ്പമാരെ? ആദരവായി നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി.
നിങ്ങളുടെ സ്വലാത്ത് മതി, നിങ്ങളുടെ ഖബറിൽ നിങ്ങൾക്ക് രക്ഷയാണ്. അള്ളാഹു ജീവിച്ചിരിക്കുന്ന സമയം ആഫിയത്തുള്ള ദീർഘായുസ് തരട്ടെ. ഒക്കെ പറയും അപ്പൊ അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് തരട്ടെ. ഞാനിങ്ങനെ ഉറക്കെ പറയുന്ന പറയുമ്പോൾ നിങ്ങൾക്കൊരു വിഷമം തോന്നുന്നെങ്കിൽ ഒന്ന് പൊരുത്തപ്പെട്ടേക്കണം, അല്ലെങ്കിൽ നാളെ നിങ്ങളൊന്നിട്ട് പിടിച്ചു നിർത്തരുത്. അള്ളാഹു നമുക്ക് സന്തോഷം നൽകട്ടെ. ഖബറിലേക്ക് എത്താൻ ഉസ്മാൻ തങ്ങൾ പറഞ്ഞ ആ അത്രയും പിന്നെ എത്തൂല കേട്ടോ, എന്നാലും ഒരാശയം പറയാൻ ഇൻഷാ അല്ലാ കഴിവിന്റെ പരമാവധി വിഷയത്തിൽ നിന്ന് മാറിപ്പോ തന്നെ പറഞ്ഞിട്ട് പൂർത്തിയാക്കാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. കേൾക്കാനും പറയാനും ഈ സദസ്സിൽ ഇരുന്നവർക്ക് ഇൻഷാ അല്ലാ നാളത്തേക്ക് സദസ്സിൽ ആത്മാർത്ഥമായി ദുആ ചെയ്യും. അള്ളാഹു നമ്മയൊക്കെ രക്ഷപ്പെടുത്തട്ടെ. ഇതിനേക്കാളുപരി അള്ളാന്റെ സ്വർഗത്തിൽ നമ്മളെ സന്തോഷിപ്പിക്കട്ടെ. അതുകൊണ്ട് ഒന്നാമതായി പറഞ്ഞു മരിക്കും എന്നുള്ള ചിന്ത വേണം. ആരെന്ന് പോർക്ക, ആരെ ഓർക്ക? ഇന്നിപ്പോ അങ്ങനെ പോർക്കാനൊന്നും സമയമില്ലല്ലോ. ജലാലാമല്ലാഹ് ജയം നിന്നിൽ മാത്രമല്ലാഹ്, ജനനം നിൻ ഖുദ്റത്തല്ലേ, ജനിച്ചാൽ മരണമില്ലേ. ജലാലാമല്ലാഹ് ജയം നിന്നിൽ മാത്രമല്ലാഹ്, ജനനം നിൻ ഖുദ്റത്തല്ലേ, ജനിച്ചാൽ മരണമില്ലേ. ജനിച്ചാലൊരിക്കെ ആ മനുഷ്യനിക്ക് മരണമുറപ്പാണ്. ഷമീർ ദാരിമിക്ക് എന്നായാലും ഒരു മരണമുണ്ട്. ഇവിടെ ഇരിക്കുന്ന ഓരോ വാപ്പമാർക്ക് എന്നായാലും ഒരു മരണമുണ്ട്. എന്നായാലും മലക്കുൽ മൗത്ത് വന്നിട്ട് പിടിക്കും. എന്നായാലും മലക്കുൽ മൗത്തിനെ കാണും. അള്ളാഹു നല്ല കോലത്തിൽ കാണാനുള്ള സൗഭാഗ്യം നമുക്ക് തരട്ടെ. ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് ദുആ ചെയ്യുന്നത്, ഒരുപാട് ആളുകളുള്ളപ്പോൾ ഒരാളുടെ ആമീൻ എന്ന് കിട്ടിയാൽ നമ്മളൊക്കെ രക്ഷപ്പെട്ടില്ലേ. അള്ളാഹുവേ ആ സമയം നമുക്ക് സന്തോഷമാക്കി തരണേ പടച്ചോനെ. അള്ളാഹ് ഇവിടെ ഇരിക്കുന്ന ഒരുപാട് വയസ്സായ വാപ്പാരുണ്ട്. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ പടച്ചോനെ. ഇവിടെ പറയണ സമയം ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറക്കെ ചൊല്ലി ഹബീബിനെ കണ്ട് മരിക്കാനുള്ള സൗഭാഗ്യം നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്. അതുകൊണ്ടൊരു ഓർമ്മ വേണം. അള്ളാഹുവേ ഈ സദസ്സിൽ ഞാൻ എഴുന്നേക്കൂല. വാള പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഷമീർ ദാരിമിക്ക് ഒരു ഓർമ്മ വേണം. ഞാൻ ഇത് പറഞ്ഞിട്ട് അവസാനിപ്പിക്കില്ല. രണ്ടു കൂട്ടർക്കും ഈ ഒരു ഓർമ്മ വേണം. അപ്പോഴേ നമുക്ക് ഈ മായികമായ ചിന്ത വരുള്ളൂ അല്ലേ. ഇന്നിപ്പോ ഇന്നിപ്പോ ഓർക്ക മരണത്തെയൊക്കെ പറ്റി. നാളെ നമ്മളെല്ലാം ചെയ്യൂന്നും പറഞ്ഞിട്ട് കാത്തിരിക്കുന്നവരാ. നിങ്ങളോട് ചോദിക്കാൻ നാളെ നിങ്ങൾ എന്താ ചെയ്യാ? ചിലപ്പോ നിങ്ങൾ പറയും ഉസ്താദെ നാളെ എന്റെ കച്ചവടത്തിന്റെ ആവശ്യത്തിന് വേണ്ടി പോകും, അല്ലെങ്കിൽ എന്റെ മകളുടെ കല്യാണത്തിന്റെ ആവശ്യത്തിന് വേണ്ടി പോകും അല്ലേ. اقترب للناس حسابهم وهم في غفلة معرضون. മനുഷ്യന്റെ ഒന്നാമത്തെ വിചാരണ മഹ്ശറിലല്ല, ഒന്നാമത്തെ വിചാരണ ഖബറിലാണ്. മരണത്തെ പറ്റിയൊക്കെ മനുഷ്യന്മാര് മറന്നു. അൽഹാകുമുത് തകാതുർ ഹത്താ സുർതുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂന ثم കല്ലാ സൗഫ തഅലമൂൻ കല്ലാ ലൗ തഅലമൂന ഇൽമൽ യഖീൻ لترون الجحيم ثم لترونها عين اليقين. മനുഷ്യന്മാർ ഇങ്ങനെ പോവാൻ ഷമീർ ദാരിമി നമ്മളൊക്കെ ദുനിയാവിന്റെ പുറത്തോട് ഇങ്ങനെ പോവാണ്. ഏതുവരെ? ഈ പോക്ക് എവിടം വരെ? ഈ അഹന്ത പറച്ചിലും കിബർ പറച്ചിലും ഞാനാണ് വലിയവൻ എന്ന് പറച്ചിലൊക്കെ ഖബർ വരെ ഉള്ളൂ, അതിനപ്പുറത്തോട്ടില്ല. മരണം ഇങ്ങനെ അസ്രായീലിനെ ഇങ്ങനെ മുമ്പ് കാണാൻ. അല്ലാഹുവേ റബ്ബി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ് فأصدق وأكن من الصالحين ولن يؤخر الله نفسا إذا جاء أجلها. അല്ലാഹുവേ മലക്കുൽ മൗത്തിനെ ഇങ്ങനെ കാണുമ്പോൾ ദാരിമി പറയാൻ, അല്ലാഹ് ഒരു അല്പസമയം ഒന്ന് തരുവോ?
സമ്പത്തൊക്കെ ഉണ്ടായിരുന്നു, റബ്ബിനൊന്ന് കൊടുത്തോട്ടെ. ഒരുപാട് ദീനിന്റെ സദസ്സുകൾ കിട്ടി, ഞാൻ അതെല്ലാം കളഞ്ഞു. ഞാൻ ഒരു വാളിന്റെ സദസ്സിലെങ്കിലും ഞാനൊന്ന് പോയിരുന്നോട്ടെ, ഞാനൊന്ന് അസറൊന്ന് നിസ്കരിച്ചോട്ടെ. അല്ലാഹ് പറയില്ല മോനെ, കഴിഞ്ഞു. കല്ലാ കല്ലാ ഇന്നഹാ കലിമത്തുൻ ഹുവ ഖായിലുഹാ. അല്ലാഹുവിനറിയാം മനുഷ്യന്മാർ ചെയ്യാന്ന് പറഞ്ഞാലും ചെയ്യൂല ഇല്ലേ? അതുകൊണ്ട് ഓർമ്മ വേണം, പടച്ചവനെ നമ്മൾ എപ്പോഴായാലും ഈ ദുനിയാവിന്റെ പുറത്തുനിന്ന് പോകുമെന്ന്. ഓരോ സെക്കൻഡിലും ബാപ്പ നമ്മൾ മരണത്തിലേക്കാണ് പെങ്ങളെ കാലെടുത്ത് വെക്കുന്നുള്ള ചിന്ത വേണം. അതുകൊണ്ടല്ലേ ജഅഫർ റളിയല്ലാഹു തആല അൻഹുവിനെ അല്ലാഹുവിന്റെ റസൂൽ വിളിച്ചിട്ട് പറഞ്ഞല്ലോ, ജഅഫറേ ഈ യുദ്ധത്തിന് നീ കടന്നു പോകണം. പടച്ചറബേ ജഅഫർ റളിയല്ലാഹു തആല അൻഹുവിനോട് യുദ്ധത്തിന് പോകണമെന്ന് പറഞ്ഞിട്ട് റസൂലുള്ളാഹി തങ്ങൾ വീട്ടിലേക്കൊന്ന് പറഞ്ഞു വിടുകയാ. എന്തിനാ വീട്ടിലേക്ക് പറഞ്ഞു വിടുന്നു എന്നറിയോ? പ്രിയപ്പെട്ട ഭാര്യയോട് മക്കളോട് ഒന്ന് യാത്ര പറഞ്ഞിട്ട് തിരിച്ചു വരാനാ. ജഅഫർ റളിയല്ലാഹു തആല അൻഹു കടന്നു പോവുകയാണ്. അല്ലാഹുവേ വീട്ടിന്റെ ഉള്ളിലേക്കൊന്ന് കടന്നുപോയി. പ്രിയപ്പെട്ട പൊന്നുമക്കളുണ്ട്, കൊച്ചുമക്കളാ. പ്രിയപ്പെട്ട ഭാര്യ അസ്മയുണ്ട്. അസ്മയോട് പറയുന്ന പെണ്ണേ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുന്ന് യുദ്ധത്തിന് പോകാൻ വിളിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് പോകട്ടെ മോളെ. അസ്മാ ബീവി റളിയല്ലാഹു തആല അൻഹാ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ ഒരുക്കാൻ വേണ്ടി, തന്റെ ഭർത്താവിന് ഒരുങ്ങാൻ വേണ്ടി വെള്ളമെല്ലാം എടുത്തു കൊടുത്തു. കുളിക്കാനുള്ള വെള്ളം എടുത്തു കൊടുത്തു, വസ്ത്രമെടുത്തു കൊടുത്തു, ഉള്ള ആയുധങ്ങളൊക്കെ എടുത്തു കൊടുത്തു. പടച്ചവനെ, പ്രിയപ്പെട്ട പൊന്നുമക്കളെ ജഅഫർ റളിയല്ലാഹു അൻഹു അരികിലേക്ക് വിളിച്ചിരുത്തുകയാണ്. പ്രിയപ്പെട്ട പൊന്നുമക്കളുടെ കവിൾത്തടങ്ങളിൽ മുത്തം കൊടുക്കുമ്പോ ജഅഫർ റളിയല്ലാഹു അൻഹുവിന്റെ കണ്ണു നിറഞ്ഞു ഒഴുകുകയാണ്. കവിൾത്തടങ്ങളിലൂടെ കണ്ണുനീര് ധാരധാരയായി ഇറ്റി വീഴുകയാ. ജഅഫർ റളിയല്ലാഹു അൻഹു കടന്നു പോകുന്നത് എവിടെയാ? പ്രവാസ ലോകത്തിലേക്കല്ല. അല്ലാഹുവേ, പരിശുദ്ധമായ ദീനിന്റെ യുദ്ധത്തിന്റെ രണാങ്കണത്തിലാണ്. ജഅഫർ റളിയല്ലാഹു അൻഹുവിന്റെ കഥ എവിടെ നിൽക്കട്ടെ, പ്രവാസ ലോകത്തേക്കൊന്ന് കടന്നുപോയ പ്രിയപ്പെട്ട ബാപ്പമാർ ഇവിടെയുണ്ടല്ലോ. പ്രിയപ്പെട്ട പൊന്നുമക്കളെ വിട്ടുപിരിഞ്ഞ് പോകാൻ മനസ്സുണ്ടാകുവോ? പ്രിയപ്പെട്ട മക്കളെ വാരി പുണർന്നുകൊണ്ട് മുത്തം കൊടുത്തുകൊണ്ട് കടന്നു പോകുന്നവരാണ്. പടച്ച റബ്ബേ, ആ ഒരു രംഗം ഒരു പ്രവാസിക്കും ഓർക്കാൻ കഴിയില്ല. ജഅഫർ റളിയല്ലാഹു അൻഹു അവിടുന്ന് പൊന്നുമക്കളെ പിടിച്ച് കെട്ടിപ്പിടിച്ച് മുത്തം കൊടുത്തു. തന്റെ പ്രിയപ്പെട്ട ഭാര്യയാകുന്ന അസ്മാ റളിയല്ലാഹു അൻഹയുടെ കൈ പിടിച്ചിട്ട് പറയുന്നു, പെണ്ണേ ഞാനൊന്ന് കടന്നു പോകട്ടെ പെണ്ണേ എന്ന് പറഞ്ഞുകൊണ്ട് അസ്മാ ബീവി റളിയല്ലാഹു തആല അൻഹാ അവിടുന്ന് പ്രിയപ്പെട്ട ഭർത്താവിനെ യാത്ര അയക്കുകയാണ്. ജഅഫർ റളിയല്ലാഹു അൻഹു വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ തിരിഞ്ഞു നോക്കുകയാണ്. പ്രിയപ്പെട്ട പൊന്നുമക്കള് വീട്ടിന്റെ മുമ്പിലുണ്ട്, തന്റെ പ്രിയപ്പെട്ട ഭാര്യയുണ്ട്. അല്ലാഹുവേ, തിരിച്ചു വന്നെന്ന് പറയാ. യുദ്ധത്തിന്റെ രണാങ്കണത്തിലേക്കൊന്ന് കടന്നു പോവുകയാ. അങ്ങനെയതാ കടന്നു പോകുമ്പോ അങ്ങ് എത്തുന്നത് വരെ കണ്ണിന്റെ ഇമ വെട്ടാതെ തിരിഞ്ഞു നോക്കിയിട്ടാണ് കടന്നു പോകുന്നത്. റബ്ബേ, അങ്ങെത്തിയ പാട് അള്ളാന്റെ ഹബീബിനോട് അനുവാദം ചോദിച്ച് യുദ്ധത്തിനൊന്ന് കടന്നു പോവുകയാണ്. അപ്പോഴാണ് യുദ്ധമെല്ലാം കഴിയുന്നത്. ജഅഫർ റളിയല്ലാഹു അൻഹുവിന്റെ വാർത്ത വന്നുകൊണ്ട് മലക്ക് ജിബ്രീൽ പറയുകയാ, നബിയേ, ഇനി അവിടത്തെയുടെ പ്രിയപ്പെട്ട സ്വഹാബി ജഅഫർ തിരിച്ചു വരില്ലല്ലോ നബിയേ. അല്ലാഹുവേ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പ്രിയപ്പെട്ട സ്വഹാബത്തിനെ വിളിക്കുകയാണ്. വിളിച്ചിട്ട് പറയുന്നു, സ്വഹാബാ, എന്റെ ജഅഫർ പോയി സ്വഹാബാ.
പടച്ചവനെ സ്വഹാബത്തിനെയും കൂട്ടിയിട്ട് അള്ളാഹുവിന്റെ റസൂൽ ആദ്യമായി കടന്നു പോയത് എവിടെയാ? ജഅഫർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്കാണ്. ആ ജഅഫർ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് പോകുമ്പോ തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് കടന്നു വരാൻ സമയമായിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് അസ്മാ ബീവി റളിയല്ലാഹു അൻഹാ തന്റെ ഭർത്താവിന് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കുകയാണ്. തന്റെ ഭർത്താവ് മരിച്ചത് അറിഞ്ഞിട്ടില്ല. അസ്മാ ബീവി റളിയല്ലാഹു തആല അൻഹാ തന്റെ ഭർത്താവിന് ഭക്ഷണം ഉണ്ടാക്കി. എന്നെടുക്കുന്നതിനേക്കാളും മാവ് കൂടുതൽ എടുത്തു. അവിടെ നിന്ന് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് കാത്തിരിക്കുന്നു. അസ്മാ ബീവി റളിയല്ലാഹു അൻഹ കുളിച്ചിട്ട് ഉള്ളതിൽ നല്ല വസ്ത്രം ധരിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ട പുന്നാര മക്കള്, കൊച്ചുമക്കള് സുബഹി നേരത്ത് തന്നെ തന്റെ ഭർത്താവൊന്ന് കടന്നു വരുമ്പോ പൊന്നുമക്കളെ നല്ലതുപോലെ കാണട്ടെ, നല്ല വൃത്തിയോടെ കാണട്ടെ എന്ന് പറഞ്ഞ് പൊന്നുമക്കളെ കുളിപ്പിച്ച് ഒരുക്കി നിർത്തിയിരിക്കുകയാ. അല്ലാ അല്ലാ, തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ കാത്തുകൊണ്ടു നിൽക്കുമ്പോ പടച്ച റബ്ബേ വീട്ടിന്റെ മുറ്റത്തൊരു സലാം കേൾക്കുകയാ. ആരാണ് പടച്ചവനെ സലാം പറയുന്നത്? തന്റെ ഭർത്താവ് വന്നോ എന്ന് പറഞ്ഞുകൊണ്ട് അസ്മാ ബീവി റളിയല്ലാഹു അൻഹ കടന്നു പോകുമ്പോ ആരെന്നറിയോ? വീട്ടിന്റെ മുറ്റത്തുള്ളത് മദീനയുടെ മണൽ പരപ്പിന്റെ രാജകുമാരാ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് കടന്നു വന്നിരിക്കുന്നത്. അസ്മാ ബീവി റളിയല്ലാഹു തആല അൻഹാ മുത്തു നബിയോട് പറയുന്നു, നബിയേ വീട്ടിന്റെ ഉള്ളിലേക്കൊന്ന് കടന്നിരിക്കുവോ നബിയേ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നിരിക്കുമ്പോ അസ്മാ ബീവി റളിയല്ലാഹു തആല അൻഹാ രണ്ടു മക്കളുമായി കടന്നു വന്നിട്ട് വീടിന്റെ ഒരു മറയുടെ പിന്നിൽ നിന്നിട്ട് മുത്തുനബിയോട് ചോദിക്കുന്നു, നബിയേ എന്റെ ഭർത്താവ് ജഅഫർ എവിടെ നബിയേ? അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണുകൾ നിറയുകയാണ്. അസ്മാ ബീവി റളിയല്ലാഹു അൻഹയോട് മുത്തുനബി തങ്ങൾ ചോദിക്കുകയാ, അസ്മാ എവിടെ നിന്റെ പൊന്നുമക്കൾ എവിടെ എന്ന് പറയുമ്പോ പൊന്നുമക്കളെ കുളിപ്പിച്ചിട്ടുണ്ട്, ഒരുക്കിയിട്ടുണ്ട്. മുസ്തഫ നബി തങ്ങളുടെ മുമ്പിലേക്ക് പൊന്നുമക്കള് കടന്നു വരുമ്പോ റസൂലുള്ളാഹി തങ്ങൾ പൊന്നുമക്കളുടെ തലയിൽ ഇങ്ങനെ തലോടുകയാണ്. അനാഥ മക്കളുടെ തലയിൽ തലോടിയ പ്രതിഫലമാണല്ലോ. അതുകൊണ്ട് മുസ്തഫ നബി തങ്ങൾ തലോടുമ്പോ അസ്മാ ബീവിക്ക് ഏകദേശം കാര്യങ്ങൾ പിടികിട്ടുകയാണ്. നബിയെ യുദ്ധക്കളത്തിൽ നിന്നല്ല, അതാ അവിടെ യുദ്ധക്കളത്തിൽ നിന്ന് വല്ല വിവരവുമുണ്ടോ? ഉടൻ തന്നെ പറയുന്നു, അസ്മാ ഇനി നിന്റെ ഭർത്താവ് തിരിച്ചു വരൂല അസ്മാ. നാളെ പടച്ചവന്റെ സ്വർഗത്തിന്റെ കവാടത്തില് നിന്റെ ഭർത്താവ് നിന്നെ കാത്തു നിൽക്കും അസ്മാ. എന്റെ പ്രിയമുള്ള ബാപ്പമാര്, നേരം വെളുത്ത് വീട്ടിൽ നിന്ന് കടന്നു പോകുന്ന പ്രിയപ്പെട്ട പൊന്നുമക്കള് തിരിച്ചു വരുമെന്ന് ഒരു ഉറപ്പ് വേണ്ട. ജീവനോടെയാണോ വരുന്നത്, അതല്ല മരിച്ചു മയ്യിത്തായിട്ടാണോ കൊണ്ടുവരുന്നത് എന്ന് പറയാ നമ്മളെ കൊണ്ട് കഴിയില്ലല്ലോ. അതുകൊണ്ട് അവിടെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കടന്നിരിക്കുന്ന സ്വഹാബത്തിനോട് പറയുന്നു, സ്വഹാബാ ഒരു മനുഷ്യനിക്ക് നന്നാകണോ, അവന്റെ ജീവിതം മെച്ചപ്പെടുത്തണോ, അവനിക്ക് നിസ്കാരം മുറ പോലെ കൊണ്ടുവരണോ, സന്തോഷത്തിന്റെ വഴികളിലൂടെ കൊണ്ടുവരണോ, എന്നാൽ സ്വഹാബത്തെ ഉദ്കുരിൽ മനിയാ മരിക്കൂന്നുള്ള ചിന്ത നിങ്ങൾ നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ കൊണ്ടുവരണമെന്ന് സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. ബാപ്പമാരെന്ന് ഉറക്കെ പറയും, സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ജൗഫർ തങ്ങളെ കാത്തിട്ട് തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഇങ്ങനെ ഇരിക്കാണ്. എന്റെ ഭർത്താവ് ഇപ്പൊ വരും ഇല്ലേ? എത്രയോ സ്ഥലങ്ങളിൽ, ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെ പോകുമ്പോൾ അറിഞ്ഞിട്ടുണ്ട് തന്റെ ഭർത്താവ് എയർപോർട്ട് വരെ വന്നിറങ്ങിയിട്ട് എയർപോർട്ടിൽ നിന്ന് പിന്നെ ഭർത്താവിനെ വിളിച്ചിട്ട് കിട്ടുന്നില്ല. പിന്നെ അറിയുന്നത് ഇന്ന ഹോസ്പിറ്റലിൽ അല്ലേ, ഈ തൊട്ടടുത്ത് പോലും നമ്മൾ അറിഞ്ഞില്ല. റമദാനില്
തന്റെ ഭർത്താവ് അവിടെ നിന്ന് വന്നിറങ്ങിയെന്ന് മാത്രം അറിയാം. വീട്ടുകാരോട് പറഞ്ഞു, നിങ്ങൾ ആരും വരണ്ട, ഞാനങ്ങ് വന്നേക്കാം, മക്കളൊക്കെ ഉള്ളതല്ല, അവരെയൊക്കെ എന്തിനെന്നെ ഒരുക്കി കെട്ടി കൊണ്ടുവരുന്നത്, ഞാൻ നേരെ വീട്ടിലേക്ക് വന്നേക്കാം എന്ന് പറഞ്ഞു. പക്ഷേ എയർപോർട്ടിലേക്ക് വന്ന പിന്നെ തൻ്റെ ഭർത്താവിനെ വിളിച്ചിട്ട് കിട്ടത്തുമില്ല. തൻ്റെ ഭർത്താവ് എവിടെ അറിയില്ല. അവസാനം അറിയുന്നു, വാട്സപ്പിലൂടെ ഫേസ്ബുക്കിലൂടെ ഒക്കെ ചെറുപ്പക്കാരെടുത്ത് വിട്ടു, ഇന്നതുപോലെ ഒരാളുടെ മരണത്തെ പറ്റിയിട്ട് അറിയുന്നുണ്ട്, അറിയാവുന്നവരുണ്ടെങ്കിൽ ബന്ധപ്പെടണം. സുബ്ഹാനല്ലാഹ്. അള്ളാഹു നമ്മുടെ മക്കളുടെ സാലിഹീങ്ങളുടെ ഏറ്റവും നല്ല സ്ഥലങ്ങളിൽ വെച്ച് അള്ളാഹു നമ്മളെ മരിപ്പിക്കട്ടെ. ഒക്കെ പറയും, അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വെച്ച് അള്ളാഹു നമ്മളെ മരിപ്പിക്കട്ടെ. ആരെന്ന് പോർക്കാൻ ഒരു മനുഷ്യനിന്നിപ്പോ ആ ഒരു ചിന്തയില്ല. ഒരു മനുഷ്യനിക്ക് നന്നാകാൻ ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങൾ ഒന്ന് അവനെപ്പറ്റി തന്നെ ചിന്തിക്കാം, അല്ലെ? ഷമീർ ദാരിമിയെ സംബന്ധിച്ചാണെങ്കിൽ ഞാൻ ഓർക്കണം, നമ്മൾ എത്ര ആളുടെ മയ്യത്ത് കൊണ്ടുപോയി, ഇല്ലേ? മയ്യത്ത് നമ്മൾ അവിടെ നന്നായിട്ട് കുളിപ്പിച്ചു ഒരുക്കിയില്ലേ? പള്ളിക്കാട്ടിലേക്ക് നമ്മൾ കൊണ്ടുപോയില്ലേ? അക്കാണും പള്ളിക്കാട്ടിൽ ഒരു നാളിൽ നമ്മൾ പോണ്ടേ, എന്നാണെന്നറിയില്ലേലും എന്നായാലും നമ്മൾ പോണ്ടേ. കള്ളിച്ചെടി നിറയുന്ന പള്ളിക്കാട് കണ്ടാൽ ഭയം ഏറും ഇരുളിൻ കൂട്. കള്ളിച്ചെടി നിറയുന്ന പള്ളിക്കാട് കണ്ടാൽ ഭയം ഏറും ഇരുളിൻ കൂട്. കൂട്ടുകാരാരും അവിടെയില്ല, കബറെന്ന കൂട്ടിൽ മറ്റാരുമില്ല. ഇവിടെ മക്കളുണ്ടെന്ന് പറയാം, സഹോദരങ്ങളുണ്ടെന്ന് പറയാം. മരിച്ച് ഒരു മനുഷ്യൻ ഷമീർ ദാരിമിയാണെങ്കിലും അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട അഷ്റഫി ഉസ്താദ് ആണെങ്കിലും നമ്മളിൽ, അല്ലെങ്കിൽ നമ്മുടെ ബാപ്പയാണെങ്കിലും നമ്മുടെ ഉമ്മയാണെങ്കിലും മരിച്ചിട്ട് മയ്യത്ത് ഇങ്ങനെ കുളിപ്പിച്ച് പൊതിഞ്ഞു കൊണ്ടുപോകുമ്പോ നമ്മളോട് പറഞ്ഞിട്ടില്ലേ നമ്മൾ കൊണ്ടുപോകുന്ന ആ മയ്യത്തിന്റെ ആത്മാവ് ഇല്ല? ഇപ്പൊ ഷാഫിയപ്പിനൊക്കെ എൻ്റെ ആത്മാവിനെ കാണാൻ, എന്നെ കാണാൻ എൻ്റെ വീട്ടിൽ വന്നാൽ ഷമീർ ദാരിമിയുടെ മയ്യത്ത് കാണാൻ വന്നാലോ എന്താ വിളിച്ചു പറയാ? ഫലാ തഗുറന്നകുമുദ്ദുനിയ കമാ ഗറത്തനി. എൻ്റെ ആത്മാവ് എത്ര വലിയ നിസ്കരിക്കുന്ന ആളാണെങ്കിലും, ഒരു റമളാനിൽ ഒരു നോമ്പ് പോലും വിടാത്ത ഒരാളാണെങ്കിൽ പോലും, എല്ലാ ദിവസവും അവിടെ നിന്നും മുടങ്ങാതെ തഹജ്ജുദ് നിസ്കരിക്കുന്ന ഒരാളാണെങ്കിൽ പോലും അവനോട് ഓരോ മനുഷ്യന്റെ ആത്മാവും പറയും, ഫലാ തഗുറന്നകുമുദ്ദുനിയ, നിന്നെ ദുനിയാവ് ചതിക്കാതിരിക്കട്ടെ, കമാ ഗറത്തനി, എന്നെ ദുനിയാവെന്നെ ചതിച്ചതുപോലെ, എന്നെ ദുനിയാവെന്നെ വഞ്ചിച്ചതുപോലെ. നിസ്കരിക്കാനുള്ള സമയം എനിക്ക് ലഭിച്ചിട്ടുണ്ട്, പക്ഷേ ഞാൻ നിസ്കരിച്ചിട്ടില്ല. നോമ്പ് നോക്കാനുള്ള സകലമാന വഴികളും അവസരങ്ങളും ആരോഗ്യവും അല്ലാഹു എനിക്ക് തന്നിട്ടുണ്ട്, പക്ഷേ ഞാൻ അതൊന്നും ചെയ്തിട്ടില്ല. ദുനിയാവിന്റെ പുറത്തുകൂടെ കടന്നുപോയി. കഴിഞ്ഞ റമളാനിൽ ഈമാനികമായ ചിന്തയോടുകൂടി പള്ളിയിൽ വന്നവനാണ്, നിസ്കരിച്ചവനാണ്. പക്ഷേ റമളാൻ കഴിഞ്ഞപ്പോ എന്റെ ഈമാൻ നഷ്ടപ്പെട്ടു പോയി. എന്നെ ദുനിയാവെന്നെ ചതിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ മയ്യത്ത് കാണുന്നവരെ, എന്റെ മയ്യത്ത് ചുമന്നുകൊണ്ട് പോകുന്നവരെ, നിങ്ങളെ ഒരിക്കലും ദുനിയാവ് ചതിക്കല്ലേ. എനിക്കിന്ന് നിസ്കരിക്കാൻ ടൈമില്ല, എനിക്കിന്ന് ഖുർആൻ ഓതാൻ ടൈമില്ല, എനിക്കിന്ന് സുജൂദിൽ വീഴാൻ എനിക്കിന്ന് സമയമില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് അല്ലാഹു നീ അവസരം തന്നിട്ടുണ്ട്, നിങ്ങൾ നിസ്കരിക്കണം. സുബ്ഹാനല്ലാഹ്. നമ്മളോട് ഓരോരുത്തരോട് പറഞ്ഞില്ല എൻ്റെ പ്രിയപ്പെട്ട കരളിന്റെ കഷണങ്ങളായ ചെറുപ്പക്കാരെ, നമ്മളെ പോലെ ആരോഗ്യമുണ്ടായിരുന്ന, മസിൽ പവർ ഉണ്ടായിരുന്ന എത്രയോ ചെറുപ്പക്കാര് പച്ചമണ്ണിലാണ്. സുബ്ഹാനല്ലാഹ്, പച്ചമണ്ണിലാണ്. അവരിന്ന് പോകുമെന്ന് വല്ല ഉറപ്പുണ്ടായിരുന്നോ? വിവാഹത്തിന്റെ അന്ന് രാത്രി, ആദ്യ രാത്രി ഇവിടെ പറഞ്ഞു പോയ പാവപ്പെട്ട ഷബീർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, എത്ര ആഗ്രഹങ്ങൾ മനസ്സിലുണ്ടായിരുന്നു. തന്റെ പ്രിയപ്പെട്ടവൾ എത്ര കിനാവുകൾ മനസ്സിൽ കണ്ടിരുന്നു. എല്ലാം മലക്കുൽ മൗത്ത് അവിടെ മുറിച്ചു കളഞ്ഞു. അള്ളാഹു നമ്മുടെ ഈ സദസ്സിലുള്ള മുഴുവൻ എല്ലാ ചെറുപ്പക്കാർക്കും അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ബാപ്പമാർക്കൊക്കെ അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. അതുകൊണ്ട് സമയമില്ല, പറഞ്ഞ സമയത്ത് ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കണമെന്നൊരു നിബന്ധന എനിക്ക് ഏതായാലുണ്ട്. അതുകൊണ്ട് ഒരാളെയും ഇരുത്തി ബുദ്ധിമുട്ടിപ്പിക്കാൻ എനിക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞു പോവാണ്. ഒന്ന്, നിങ്ങൾ മരിക്കൂ എന്നുള്ള ചിന്ത നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ കൊണ്ടുവരണം.
അപ്പൊ നിങ്ങൾ രക്ഷപ്പെടുമെന്നാണ്. രണ്ടാമതായിട്ട് അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുന്ന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങള്, സ്വഹാബാ, 6 അടി മണ്ണിനെ പറ്റി ഓർക്കണേ സ്വഹാബാ. ഒന്നും മരണമാണ്, നമുക്കറിയാം. മരണം കഴിഞ്ഞ പിന്നെ നമ്മൾ പോകുന്ന നേരെ ഖബറിലേക്കാണ്. ആ ഖബറിൽ നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ 4 കാര്യം, ഒരുപാട് കാര്യങ്ങളുണ്ട്, എന്നാൽ മർമ്മപ്രധാനമായിട്ടുള്ള 4 കാര്യം നമ്മൾ ചെയ്താൽ 6 അടി മണ്ണിൽ നമുക്ക് വിജയിക്കാൻ പറ്റും. അള്ളാഹു നമ്മളെ വിജയിപ്പിക്കട്ടെ. ഞാൻ പെട്ടെന്ന് നിങ്ങൾക്കൊന്ന് പഠിപ്പിച്ചു തരാം ഇൻഷാ അള്ളാഹ്. അന്ന് ജീവിതത്തിൽ കൊണ്ടുവന്നാൽ മാത്രം മതി. അള്ളാഹു നമ്മളെ കബൂലാക്കട്ടെ. എന്ത് ഖബർ, എന്ത് മരണം. നമ്മൾ ഈ പോകുന്ന വഴിയിലൊക്കെ എത്ര മീസാൻ കല്ലുകൾ കണ്ടു, എത്ര മീസാൻ കല്ലുകൾ കണ്ടു. ആരാ ഓർക്കുന്നത്? റബ്ബേ, നാളെ ഞാൻ ഇതുപോലെ ഈ മീസാൻ കല്ല് ആരാണോ കൊണ്ടുവച്ചത് അവരുടെ മക്കളായിരിക്കുമല്ലോ തമ്പുരാനെ. ഇതുപോലെ നാളെ ഞാൻ മരിച്ചു പോയാ എന്റെ പ്രിയപ്പെട്ട പൊന്നുമക്കൾ വന്നിട്ട് ഇതുപോലത്തെ മീസാൻ കല്ല് വെച്ചവര് പിരിയുമല്ലോ റബ്ബേ. നമ്മൾ നിസ്കരിക്കാൻ പോകുമ്പോ ഇന്നിപ്പോ ഉപ്പാന്റെ ഖബർ, ഉമ്മാന്റെ ഖബറൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതിനാ ഫാത്തിഹ ഓതാനോ ദുആ ചെയ്യാനോ ഒന്നും അല്ല, നമ്മുടെ ചെരുപ്പ് കൊണ്ടുവന്നിട്ട് ഒളിച്ചിടാനാണ്. വെള്ളിയാഴ്ച ചെരുപ്പ് വള്ളന്മാരുണ്ടല്ലോ, അതുകൊണ്ട് ചെരുപ്പ് പോകാൻ പറ്റൂല എന്ന് പറഞ്ഞ് ബാപ്പാന്റെ മീസാൻ കല്ലിന്റെ മൂട്ടിൽ മോന്റെ ചെരുപ്പ്, ഉമ്മാടെ ഖബറിന്റെ അപ്പുറത്ത് മോന്റെ ചെരുപ്പ്. അവർക്ക് വേണ്ടി ഫാത്തിഹ പോലും ഓതൂല, ഒരു ദുആ പോലും ചെയ്യില്ല. അത് പാടില്ലല്ലോ. അതുകൊണ്ട് ആ ഖബറിനെ പറ്റി രണ്ടാമത് നിങ്ങൾ ചിന്തിക്കേണ്ടുന്നത്, എന്നാ നിങ്ങൾക്കൊരിക്കലും ഒരു മോശം ചെയ്യാൻ തോന്നില്ല എന്ന് സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാവിട്ടു നീ കരയേണ്ടതാ. മെടക്കു പകരം മളമാ സുബ്ഹാന റബ്ബി, അതിൽ കിടക്കേണ്ടതാ നസുമാന. സവാദ്യ മുതലിൽ നിന്നു 3 കുഫാന. അതുമാത്രമല്ലതിലെപ്പോഴും വഹദാന. മണ്ണിന്റെ തലയിണയാണതിൽ നിനക്കുള്ളത്, ഞെരുക്കത്തിനാലിരുഭിത്തിയാണതിലുള്ളത്. മെത്തക്കു പകരം മണ്ണതിൽ വിരിച്ചിട്ടതാ, സുബ്ഹാന റബ്ബി, ഇരുളിനാൽ പെയിന്റിട്ടതാ. അതിനുള്ള ബാബുകൾ ഭദ്രമായി പൂട്ടുന്നതാ, താക്കോലു ഇസ്രാഫീലു സൂക്ഷിക്കുന്നതാ. സുബ്ഹാനല്ലാഹ്. ആരെന്ന് ഓർക്കത്? ഖബറെന്ന് കേട്ടാൽ തൽക്ഷണം ഞെട്ടണം. ആര് ഞെട്ടി? ഞാൻ എത്ര വട്ടം പറഞ്ഞു ഖബറിന് എനിക്ക് വല്ല ഞെട്ടലുണ്ടോ? നിങ്ങൾക്ക് വല്ല ഞെട്ടലുണ്ടായില്ല? അത് നമ്മളിങ്ങനെ കേൾക്കുന്ന ആർക്കോ വേണ്ടി എന്ത് കേൾക്കണം, ആരും നമ്മളിങ്ങനെ മുന്നോട്ട് പോകുന്ന ആ ഒരു അവസ്ഥയിലാണ് അല്ലേ? അള്ളാഹു നമ്മുടെ ഖബറുകൾ സ്വർഗത്തിന്റെ വീടാക്കട്ടെ. വഫിൽ ഖബരി മൂനിസ, അങ്ങനത്തെ ഒരു അവസ്ഥ നമുക്ക് വേണം. നമ്മുടെ ഖബറിൽ വാപ്പയും ഉമ്മയും നമ്മുടെ പ്രിയപ്പെട്ട സഹോദരങ്ങളൊക്കെ നമ്മളെ കളഞ്ഞിട്ട് പൊക്കോട്ടെ, നമുക്കൊരു പേടിയില്ല. പക്ഷെ നമ്മളെ അവിടെ നമ്മളെ സ്നേഹിക്കാൻ ഒരാള് വരും. ആ ആളിനെ കിട്ടണമെങ്കിൽ നിങ്ങൾ 4 കാര്യം ചെയ്യണം. അള്ളാഹു ഈ സദസ്സിലിരിക്കുന്ന ഓരോരുത്തർക്കും അള്ളാന്റെ സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. വാപ്പമാരൊക്കെ ഉറക്കെ നാമീം പറയും. വാപ്പ, അള്ളാന്റെ മലക്കുകളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതൊക്കെ പറയാം. അള്ളാഹു തആല സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ. 3/4 മണിക്കൂറിന് പറയില്ല, 10:30-ക്കുള്ളിൽ നമ്മൾ അവസാനിപ്പിക്കും. ചുരുങ്ങിയത് ഒരു 10-35 മിനിറ്റും കൂടെ, അത്രയൊക്കെ ഉള്ളൂ. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടായിട്ടുള്ള തോന്നുന്നുണ്ടോ? എന്തെങ്കിലും ഉണ്ടാത്തണ്ടോ? ഇല്ല എന്നുള്ളവരൊന്ന് കൈവയ്ക്കുക നോക്കണം. എനിക്കൊരു ആശ്വാസത്തിന് വേണ്ടി. അൽഹംദുലില്ലാ, താഴ്ത്തിയിട്ടോളി. നീ പിന്നെ ഇത് കഴിഞ്ഞിട്ടല്ലേ പോളൂ സജീം ഷാ, അതൊരു നീ ഉണ്ടാവും. അള്ളാഹു നമുക്ക് സ്വർഗത്തിന്റെ ആനുകൂല്യം കിട്ടുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അതുകൊണ്ട് ഓർക്കണം. ആരാ ഓർക്ക?
പച്ച മണ്ണിൽ ഞാൻ ചെന്ന് കിടന്നു അല്ലേ. ഇതിപ്പോ ഒരുപാട് പാട്ടുകളുണ്ട് ലോകത്ത്. ഈ പാട്ട് പാടുമ്പോ നമ്മളൊന്നും വിചാരിച്ചേക്കരുത് ഇത് അർത്ഥമുള്ള പാട്ടാണ്. ആ പാട്ടിന്റെ മുമ്പിൽ ഇന്നത്തെ മുഴുവൻ ഈ ലോകത്തുള്ള മുഴുവൻ പാട്ടുകൾ കൊണ്ടുവച്ചാലും അതിന്റെ മുമ്പിൽ ഒന്നും ആവൂല അല്ലേ. പരംവിധി ചുമ്മായിട്ട് ചുങ്കിൽ നടക്കുന്ന ശുജാത്ത് നമുക്കുണ്ട് നാട്ടിലേ. കഥ എന്തെന്നറിവുണ്ടോ? നാളെ കിടക്കുന്ന കബറെന്ന ഭയങ്കര വീട്ടിലെ മെത്ത പിരിഞ്ഞു നമുക്ക് കാട്ടിലാറടി മണ്ണാണ് മേലിൽ വന്നു കിടക്കണ നമ്മുടെ മേലെ വരുന്നത് കല്ലാണ്. ഇലയും തണ്ണീരതും ചേർത്ത് മണ്ണതിനാലെ അടവാക്കും വീടവീനെ വാറിലേ. കനമേറും മീസാങ്കല്ലും മണ്ണും അതിൽ മീതെ മറമാടും കാബർബഹു ജോറിലേ. ഇഷ്ടജനങ്ങളെ വിട്ടു പിരിഞ്ഞ് കട്ടിലേറി പോകുമ്പോ ഇഷ്ടജനങ്ങളെ വിട്ടു പിരിഞ്ഞ് കട്ടിലേറി പോകുമ്പോ ഉറ്റവരെല്ലാം കരളും പൊട്ടി കരയുന്നുണ്ടകലുമ്പോ. അകലുമ്പോ ഗൃഹത്തിലെ പെണ്ണ് പറയുന്നു ഉലകത്തിൽ തണി എന്നിലാരെന്ന. ഉലകത്തിൽ തണി എന്നിലാരെന്ന. ഇഷ്ടജനങ്ങൾ മക്കളുണ്ട്, ഭാര്യയുണ്ട്, ഉമ്മയുണ്ട്, ബാപ്പയുണ്ട്. എല്ലാരും ഇങ്ങനെ കൂടി നിൽക്കുമ്പോ നമ്മുടെ മയ്യത്ത് വെള്ള തുണി കൊണ്ട് പുതപ്പിച്ചിട്ട് കട്ടിൽ ഇങ്ങനെ കൊണ്ടുപോവാൻ. അപ്പൊ നമ്മുടെ ഭാര്യ ചോദിക്കാണ്, പടച്ചോനെ ഇനി എനിക്ക് ദുനിയാവിൽ ആരാ ഉള്ളത്? ഇന്നലെ വരെ എന്നെ എല്ലായിടത്തും കൊണ്ടുപോകാൻ എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഉണ്ടായിരുന്നല്ലോ, എന്റെ മക്കൾ ഉണ്ടായിരുന്നല്ലോ, എന്റെ പ്രിയപ്പെട്ടവനെന്ന് പറഞ്ഞാ എനിക്കു ജീവനാ. അല്ലാഹുവേ, നമ്മൾ ഒരുപാട് സ്നേഹിച്ചു പോയവര് പോലും പറയുന്നത്, അല്ലാഹുവേ എന്റെ പ്രിയപ്പെട്ടവൻ വിട പറഞ്ഞല്ലോ. നമ്മുടെ മക്കള് പറയുന്ന, പടച്ചവനെ എന്റെ ബാപ്പച്ചി വിട പറഞ്ഞല്ല റബ്ബേ. ഇനി ആരാ നമുക്ക് കളിപ്പാട്ടം മേടിച്ചു തരുന്നത്? ഇനി ആരാ നമ്മളെ കറങ്ങാൻ കൊണ്ടുപോകുന്നത്? ഇനി ആരാ നമുക്ക് വേണ്ടി ഭക്ഷണം തരുന്നത്? ഇനി ആരാ നമുക്ക് ബാഗ് മേടിച്ചു തരുന്നത്? ഇനി ആരാ നമ്മൾക്ക് ചുംബനം തരുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട മക്കള് കരയുമ്പോ ഭാര്യ കരഞ്ഞിട്ട് പറയുന്നു, റബ്ബേ ഇനി ഈ മക്കളാര് നോക്കാനാണ്? എന്റെ ഭർത്താവ് നഷ്ടപ്പെട്ടു പോയല്ലോ, ഇനി എനിക്കാരാണ് റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് ഭാര്യ കരയുമ്പോ നമ്മുടെ ബാപ്പ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ബാപ്പ പറയുന്ന, പടച്ചവന് അവന്റെ ഒരൊറ്റ കാരണത്താലാ ഞങ്ങൾ ഭക്ഷണം കഴിച്ച് കിടന്നിരുന്നത്, ഞങ്ങൾ വെള്ളം കുടിച്ച് കിടന്നിരുന്നത്. ഇനി ആര് തരും റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് ദുനിയാവിന്റെ പുറത്തുകൂടെ കടന്നു പോകുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, അവിടുന്ന് മക്കള് പറയുന്നതും ഭാര്യ പറയുന്നതും ബാപ്പ പറയുന്നതും പ്രിയപ്പെട്ടവരൊക്കെ പറയുന്നത്, ഇവിടെ ഇനി എനിക്കാരെന്നാ, ദുനിയാവിന്റെ പുറത്തിനി എനിക്കാരെന്നാട്. എന്നാലും മക്കള് പറയുവോ, ബാപ്പ പറയുവോ, സഹോദരങ്ങൾ പറയുവോ, കൂടപ്പുറപ്പുകൾ പറയുവോ, കൂട്ടുകാര് പറയുവോ, എന്റെ ബാപ്പാന്റെ കബറിന്റെ ഉള്ളിൽ രക്ഷപ്പെടാ ഇനി എന്താണ് റബ്ബേ ഉള്ളത്? എന്റെ ബാപ്പാക്ക് ഒരുപാട് നിസ്കാരമുണ്ടായിരുന്നു, ഒരുപാട് നോമ്പുണ്ടായിരുന്നു, ഒരുപാട് സ്വലാത്തുകൾ ഉണ്ടായിരുന്നു, ഒരുപാട് നിസ്കാരത്തിന്റെ തഹജ്ജുദുകൾ ഉണ്ടായിരുന്നു. ഒന്നുമില്ലാത്ത പാവപ്പെട്ടവനാണ്. അതുകൊണ്ട് റബ്ബേ ഒരു യാസീനിന്റെ ബാപ്പയ്ക്ക് വേണ്ടി ഓതാ, എന്റെ ഭർത്താവിന് വേണ്ടി ഓതാ, എന്റെ മകനിക്ക് വേണ്ടി ഓതാ എന്ന് പറയുന്നവര് വളരെ കുറവല്ലേ പ്രിയപ്പെട്ട സഹോദരങ്ങള്? മരിക്കുന്നത് വരെ ഭാര്യയുള്ളൂ, മരിക്കുന്നത് വരെ മക്കളുള്ളൂ. എന്റെ വാപ്പ നിങ്ങൾ ഓടിയത് ആർക്ക് വേണ്ടിയാണ്?
നിങ്ങൾ ഓടിയത് ആർക്ക് വേണ്ടിയാ? നിങ്ങളുടെ പ്രിയപ്പെട്ടവൾക്ക് വേണ്ടിയാണ്, നിങ്ങളുടെ പൊന്നുമക്കൾക്ക് വേണ്ടിയാണ്, നിങ്ങളുടെ സഹോദരങ്ങൾക്ക് വേണ്ടിയാണ്. ഈ ദുനിയാവിന്റെ പുറത്ത് സുബഹിന്റെ ബാങ്ക് കേട്ടാ ചാടി എഴുന്നേറ്റുകൊണ്ട് പെട്ടെന്ന് ഓടിപ്പോയി വൈകുന്നേരം വരെ പാടത്തും പറമ്പത്തും കിടന്നുകൊണ്ട് ജോലി ചെയ്തവരാ. മക്കൾക്ക് വേണ്ടി മാറ്റിവെച്ചു, ഭാര്യയ്ക്ക് വേണ്ടി മാറ്റിവെച്ചു. ബാങ്കിൽ അവർക്ക് ഒരു അക്കൗണ്ട് പോലും തുടങ്ങിയിട്ടുണ്ട്. ഭാര്യയുടെ പേർക്കും എടുത്തു, മക്കളുടെ പേർക്കും എടുത്തു. എന്നാൽ കബറാകുന്ന ബാങ്കിന്റെ ഉള്ളില് എന്റെ പ്രിയമുള്ളവരെ എന്തേ നമ്മൾ നിക്ഷേപിച്ചത്? ദുനിയാവിന്റെ പുറത്ത് എല്ലാവർക്കും വേണ്ടി ഓടിയവരാണ്. എന്നാൽ അവിടെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു സ്വഹാബത്തിനോട് പറയുന്നു, സ്വഹാബാ, നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഓടുമ്പോ, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഓടുമ്പോ, നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ഓടുമ്പോ, നിങ്ങളുടെ സഹോദരങ്ങൾക്ക് വേണ്ടി ഓടുമ്പോ ഒരല്പസമയം നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കണേ സ്വഹാബോ. നാളെ നിങ്ങളുടെ മക്കള് വരില്ല, വെള്ള തുണി കൊണ്ട് പുതപ്പിച്ചിട്ട് അസ്സലാമു അലൈക്കും യാ അബി എന്ന് പെൺമക്കള് വീട്ടിന്റെ ജനാലയുടെ ഭാഗത്തുകൂടെ വിളിച്ചു പറയുന്നു. നിന്റെ ഭാര്യ നിനക്ക് വേണ്ടി സലാം പറയുന്നു. പോവുകയാണോ ബാപ്പാ എന്ന് പറഞ്ഞിട്ട് പൊന്നുമക്കളെ കരയുമ്പോ, ആൺമക്കളാണെങ്കിൽ ബാപ്പാ പള്ളിയിൽ കൊണ്ടുവച്ച മയ്യത്ത് നിസ്കരിച്ചിട്ട് അവിടെ നിന്നതാ എടുക്കുകയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ള പരിശുദ്ധമായ കലിമ ഉറക്കെ ചൊല്ലിയിട്ട് പൊന്നുമക്കളും ബാപ്പാന്റെ സന്തൂക്കിന്റെ ഒരു കാലിൽ പിടിക്കുകയാ. പടച്ചവനെ പള്ളിക്കാട്ടിലേക്കൊന്ന് കൊണ്ടുവെക്കുകയാണ്. പ്രിയപ്പെട്ട പൊന്നുമക്കള് കൊണ്ടുവെക്കുന്നത് എവിടെ? ഇന്നലെ വരെ കിടന്നിരുന്ന മെത്തയിലല്ലല്ലോ ബാപ്പാ, ഇന്നലെ വരെ കിടന്ന എസിയിലല്ലല്ലോ ബാപ്പാ. എന്റെ ഉമ്മ, നിങ്ങളുടെ പൊന്നുമക്കളെ പച്ചമണ്ണാകുന്ന കബറിന്റെ ചാരത്ത് നിങ്ങളെ കൊണ്ടുവെക്കുകയാ. പച്ചമണ്ണാകുന്ന കബറിലേക്ക് നിങ്ങളെ എടുത്തു വെക്കുകയാ. മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖറാ എന്ന് പറഞ്ഞിട്ട് പൊന്നുമക്കളെ പലക വെച്ചിട്ട് മൂതപടി മണ്ണ് വാരി ബാപ്പാന്റെ പുറത്തേക്ക് ഇടുകയാണ്. പടച്ചവനെ, മണ്ണിട്ട് മോടിക്കഴിഞ്ഞ പള്ളിയിലെ ഉസ്താദ് ഒരു ഫാത്തിഹ വിളിച്ചു. അവിടെ വെച്ചുകൊണ്ട് ദുആ ചെയ്തു. ഏതെങ്കിലും ഒരു മകനോ ഒരു മകളോ പ്രിയപ്പെട്ട ബാപ്പയുടെ ഉമ്മയുടെ കബറിന്റെ ചാരത്ത് എഴുന്നേറ്റ് പോകാതെ ബാപ്പാക്ക് കൂട്ടിരുന്നിട്ടുണ്ടോ? എഴുന്നേറ്റ് പോകാതെ ഉമ്മക്ക് കൂട്ടിരുന്നിട്ടുണ്ടോ? പടച്ചവനെ, 16 കൊല്ലവും 17 കൊല്ലവും നമ്മളെ പോറ്റി വളർത്തിയ ബാപ്പയാട് എരിപൊരി കൊല്ലുന്ന വെയിലത്ത് കിടന്ന് കട്ടപ്പെട്ടവനാട്. അതുകൊണ്ട് ഈ പച്ചമണ്ണിന്റെ ഉള്ളില് എന്റെ ബാപ്പ തനിച്ചാകുവോ റബ്ബേ എന്ന് പറഞ്ഞ് മക്കൾ അവിടെ ഇരിക്കില്ല. അവിടെ നിന്നതാ മക്കളൊന്ന് തിരിഞ്ഞു നോക്കിയിട്ട് അവിടെ നിന്ന് കടന്നു പോവുകയാണ്. പൊന്നുമക്കള് കടന്നു പോവുകയാണ്, പ്രിയപ്പെട്ടവര് കടന്നു പോവുകയാണ്. അല്ലാഹുവേ, പച്ചമണ്ണിന്റെ ഉള്ളിൽ ഏകാന്തതയുടെ മോകാന്തതയില് ഇനി നമ്മുടെ കൂട്ടുകാര് പുഴുക്കളാ. അല്ലാഹുവേ, 4 ഭിത്തികളാണ്. എവിടെ എഴുന്നേറ്റ് ഓടുവാനാണ്? എന്റെ പ്രിയമുള്ളവരെ, നമ്മൾ കിടക്കുന്ന സാധാരണ കട്ടിലുണ്ടോ, ഡെസ്ക് ഉണ്ടോ, അതിന്റെ അടിയില് ഒരു 5 മിനിറ്റ് സമയമൊന്ന് കിടക്കണം നിങ്ങള്. എന്നിട്ടും ആലോചിക്കണം, റബ്ബേ, ഇത്രയും പൊക്കമുള്ള ഡെസ്കിന്റെ പുറത്തേക്കല്ലേ നോക്കുന്നത്, എന്നിട്ട് പോലും ശ്വാസം വിട്ടുകയാണ്. പടച്ചവനെ, തിരിയാൻ കഴിയില്ലല്ലോ, മറിയാൻ കഴിയില്ലല്ലോ, എഴുന്നേക്കാൻ കഴിയില്ലല്ലോ, ഓടാൻ കഴിയില്ലല്ലോ. അങ്ങനെയുള്ള കബറിന്റെ ഉള്ളില് നിങ്ങളെ പാടുപെട്ട് വളർത്തിയിട്ടുള്ള പൊന്നുമക്കള് നിങ്ങളെ കൊണ്ടുവച്ചിട്ട് പിരിഞ്ഞില്ലേ ബാപ്പാ? ഇവിടെ വെച്ച് നിങ്ങൾ വല്ലതും സമ്പാദിച്ചിട്ടുണ്ടോ? അതല്ലാതെ ഒന്നും നമുക്കില്ലല്ലോ. മക്കൾക്ക് കഥാ മക്കൾക്ക് വേണ്ടി കൊടുക്കണ്ട എന്നല്ല, ഭാര്യയ്ക്ക് കൊടുക്കണ്ട എന്നല്ല, പ്രിയപ്പെട്ടവർക്ക് കൊടുക്കണ്ട എന്നല്ല, നമുക്ക് വേണ്ടി
വേണ്ടി എന്ത് ചെയ്തെന്നുള്ള ചിന്ത ഓരോരുത്തരുടെ മനസ്സിന്റെ ഉള്ളിലും കടന്നു വരണേ. അവിടെ കിടന്ന് നിലവിളിക്കാൻ പറ്റുമോ? കാർഡില്ല റേഷൻ വേണ്ട പോലതിലുണ്ടേ, ക്യൂ സിസ്റ്റമില്ല തള്ളലാണത് കൊണ്ടേ, ഉദരം ക്രമേണ പുഴുത്തു ജോലിച്ചില്ലേ, അത് പൊട്ടി ഖബർ നിറഞ്ഞതത്ഭുതമല്ലേ, കണ്ണിന്റെ കുഴിയിൽ വെള്ളവും നിറഞ്ഞില്ലേ, അവർക്കുള്ള ഹാലറിയാത്തതത്ഭുതമല്ലേ. പടച്ചവനെ, പച്ചമണ്ണിന്റെ ഉള്ളിൽ കൊണ്ടുവച്ച് പിരിയുമ്പോ അവിടെ നിന്നതാ പ്രിയപ്പെട്ട മക്കള്, പ്രിയപ്പെട്ട ഭാര്യ, പ്രിയപ്പെട്ട സഹോദരങ്ങള്, ഉസ്താദയും എന്റെ ബാപ്പയുടെ മൂന്നാട് എന്ന് പറഞ്ഞിട്ട് മൂന്നാം ഫാത്തിഹയ്ക്ക് വേണ്ടി ഉസ്താദുമാര് വീട്ടിൽ വരുമ്പോ പടച്ച റബ്ബേ, ഒന്നാമത്തെ ദിവസം ബാപ്പയുടെ വയറൊന്ന് പൊങ്ങി, രണ്ടാമത്തെ ദിവസം ബാപ്പയുടെ വയറൊന്ന് പൊങ്ങി, മൂന്നാമത്തെ ദിവസം ഏതുവരെ വയറ് പൊങ്ങുമെന്നറിയോ? എവിടം വരെയാണ് പലകയിട്ടത്? ആ പലക വരെ അങ്ങ് ബാപ്പോ ഈ മയത്തിന്റെ വയറങ്ങ് പൊങ്ങുകയോ. പടച്ചവനെ, പിന്നെവിടന്ന് പൊങ്ങാൻ സ്ഥലമില്ലാതെ വരുമ്പോ വീർപ്പ് മുട്ടിയിട്ട് അതങ്ങ് പൊട്ടിപ്പോവുകയാണ്. സാധാരണ നമ്മൾ കാണുന്ന ബലൂൺ ഉണ്ടല്ലോ, ആ ബലൂണിന്റെ ഉള്ളിൽ വെള്ളം നിറച്ച പിന്നെ താങ്ങാനാവാതെ വരുമ്പോ അത് പൊട്ടിപ്പോകുന്ന നമ്മൾ കണ്ടുപോയവരാണ്. ബാപ്പ അതുപോലത്തെ ഒരു ബലൂൺ പോലത്തെ കുടലാ നമ്മുടേത്. അതിങ്ങനെ വീർത്ത് 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 വരുമ്പോ മൂന്നാമത്തെ ദിവസമാകുമ്പോ ആ വയറങ്ങ് പൊട്ടിയ ചിതലും പുഴുക്കളും താവളം പെരുത്തുണ്ടതിൽ, സന്തോഷമാണവകൾക്കു നീ ചൊല്ലുന്നതിൽ. മനുഷ്യന്മാരും ഓർക്കൂലല്ലോ. എന്റെ പൊന്നു വാപ്പമാരെ, സഹോദരിമാരെ, നമുക്ക് വിജയിക്കാൻ വേറെ ഒന്നും വേണ്ട. ഈ ഒരു ചിന്ത, റബ്ബേ അടുത്ത സെക്കൻഡിൽ